സോ നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തെ സിനിമയാണ് തഗ് ലൈഫ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഈ സിനിമയ്ക്ക് പ്രധാന ഹൈപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിരത്നവും അതുപോലെ കമൽഹാസനും ഒന്നിക്കുന്നു എന്നുള്ള ഒരു പ്രധാന ഹൈപ്പാണ്. ഇത് ഫ്ലോപ്പ് ആവാനുള്ള കാരണം കമൽഹാസൻ ഇത് ചെയ്യേ വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ ഒരു സാധനം ചെയ്തു വെച്ചേക്കുന്നത്. രണ്ടാമതാണ് ഗെയിം ചേഞ്ചർ. ഇത് നമ്മുടെ പ്രധാന ഹൈപ്പ് എന്ന് പറയാനൊരു കാരണമുള്ളത് നമ്മുടെ ശങ്കറിൻ്റെ ഒരു കംബാക്ക് പ്രതീക്ഷിച്ച സിനിമയാണ്. പിന്നെ രാം ചരനും ഉണ്ട് പടത്തിൽ, അതുകൊണ്ട് തന്നെയാണ് ഹൈപ്പ്. പിന്നെ മൂന്നാമത്തെ സിനിമയാണ് വാർ 2. ഈ സിനിമയ്ക്ക് പ്രശ്നം എന്ന് പറയാനായിട്ടൊന്നും ഇല്ലെങ്കിൽ കൂടി പടം ഫ്ലോപ്പായി പോയി. പക്ഷേ ഇത് കണ്ടിരിക്കാൻ രസമാണ്. പിന്നെ NTRൻ്റെ ഒരു വില്ലൻ വേഷം ചെറിയ രീതിയിലൊക്കെ മിസ്റ്റേക്ക് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ കൂടി പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഫൈനൽ സിനിമ കൂലി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതില്ലാതെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് എന്ന്. ഇത് ഞാൻ കണ്ടിട്ട് എനിക്ക് ഒരു ആവറേജ് ആയിട്ട് തോന്നി. പിന്നെ ലോകേഷ് കനകരാജും പിന്നെ നമ്മുടെ രജനീകാന്തും ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന ആ ഒരു സംഭവമാണെങ്കിൽ പ്രധാന എല്ലാ സിനിമ നല്ലതൊക്കെയാണ്. പക്ഷേ എന്താണെന്നറിയില്ല, കുറച്ച് പേർക്ക് അങ്ങോട്ട് മിക്സ്ഡ് റെസ്പോൺസ് ആയിപ്പോയി. അതുകൊണ്ടാണ്